നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ നാളെ കാണാം. ഒന്ന് നിന്നേടി. എന്തിനാ അവനെ പറഞ്ഞു വിട്ടത്? ഇങ്ങോട്ട് വിളിക്കാൻ മേലായിരുന്നോ? ഊണ് കൊടുത്ത് വിടായിരുന്നല്ലോ. ഒരു ദിവസം ഞാൻ അതും ചെയ്യും. നാട്ടുകാര് മുഴുവനും പറയുന്നത് എന്താന്ന് അറിയോടി? ഈ വീട്ടിലെ പെണ്ണ് ഒരു ചെറുക്കനുമായിട്ട് ഊര് ചുറ്റുന്നു. അവര് മാന്യന്മാരായതുകൊണ്ടാ ഊര് ചുറ്റലിൽ അവസാനിപ്പിച്ചത്. മനസ്സിൽ വേറെ ആയിരിക്കും. എന്തായാലും എനിക്കൊന്നുമില്ല. അല്ല, കാലിൽ രണ്ടുപേരും ഊര് ചുറ്റുന്നുണ്ടല്ലോ, അതൊന്നും അവര് കാണുന്നില്ലേ? ചന്ദ്ര ചെയ്തത് ശരിയാണെന്നാണോ വാദിക്കുന്നത്? സിദ്ധു ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഈ വീട്ടിൽ നടക്കില്ല. എന്നെ തിരുത്താൻ ആരും വരണ്ട. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ എല്ലാം ചെയ്യുന്നത്. ഞങ്ങളെ നാണം കെടുത്തിയ നീ അടങ്ങൂ അല്ലേടി? നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നോക്കുന്നില്ല. എന്റെ പ്രശ്നം ഞാനാ. ഞാൻ ഈ വീട്ടിലെ കുട്ടിയാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. കുട്ടിയല്ല, മരുമോള്. ഒരു മരുമോൾക്ക് കിട്ടുന്ന സ്ഥാനവും വിലയും എനിക്കിവിടെ കിട്ടുന്നുണ്ടോ? എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനൊരു ജീവിതത്തെ കുറിച്ച് ആരും എന്താ മിണ്ടാത്തത്? ഓ, അപ്പൊ നീ വാശി കാണിക്കുകയാണല്ലേ? അതെ, വാശി കാണിക്കുന്നത് തന്നെ. ഞാൻ ഈ സ്വഭാവം മാറ്റണമെങ്കിൽ സിദ്ധുവിന്റെ സ്വഭാവം മാറ്റണം. ഞാനൊരു ഭാര്യയെ, ആ സ്ഥാനം എനിക്ക് കിട്ടണം. ഇല്ലെങ്കിലോ നിങ്ങൾ എന്നും ഇങ്ങനെ നിന്ന് കുരയ്ക്കും. ഞാൻ മൈൻഡ് ചെയ്യാതെ അകത്തേക്കും പോവും. കണ്ട 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 അവളുടെ അഹങ്കാരം കണ്ട. അച്ഛൻ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? അച്ഛന്റെ നാവങ്ങ് ഇറങ്ങിപ്പോയോ? വരട്ടെ, എല്ലാത്തിനും ഒരു അവസരം ഉണ്ടാവുമല്ലോ. അതുവരെ കാക്കാം. വെട്ടൊന്നും മുറി രണ്ട്. ഈ മട്ടിലെ അവള് നിൽക്കുന്നത്. അപ്പോ നമ്മളും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം പ്രശ്നം പരിഹരിക്കാൻ. നല്ലോണം ആലോചിച്ചിട്ട് വേണം ഓരോ സ്റ്റെപ്പും എടുക്കേണ്ടത്. അല്ലെങ്കിലേ നാറുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. കിട്ടിയോ മോളെ നിരഞ്ജനെ? ഇല്ല പച്ചി, എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നിരഞ്ജന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം അമ്മയെ പറഞ്ഞ ആർക്കാ സഹിക്കുക? നിരഞ്ജന്റെ അമ്മ സ്വന്തം മോളെ പോലെയാ പൊന്നുമണിയെ നോക്കിയ. അതിന്റെ തലവിധി ഇതായിപ്പോയി. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ വിഷമിക്കണ്ട. എന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും നിരഞ്ജൻ ഫോൺ എടുക്കാത്തെ. തിരക്ക് കഴിയുമ്പോ തിരിച്ചു വിളിച്ചോളും. എന്ത് തിരക്കുണ്ടെങ്കിലും എന്റെ ഫോൺ എടുക്കാതിരിക്കില്ല പച്ചി. ഇത് തിരക്കുണ്ടൊന്നും അല്ല, മനഃപൂർവ്വം. അതിന് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നീ അല്ലല്ലോ അമ്മയെ വിഷമിപ്പിച്ചത്. അത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നിരഞ്ജനുണ്ട്. മനുഷ്യനല്ലേ, എപ്പോഴാ മനസ്സ് മാറുകയെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്താലോ, വിവരം വിശാലിനെ അറിയിച്ചാലോ? നിരഞ്ജൻ എവിടെയുണ്ടെങ്കിലും വിശാല് കണ്ടുപിടിച്ചോളും. നിരഞ്ജനെ കൊണ്ട് നിന്നെ വിളിപ്പിക്കുകയും ചെയ്യും. അതൊന്നും വേണ്ട പച്ചി. വിശാലിന് അതൊരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവന് സന്തോഷം തോന്നേ ഉള്ളൂ. നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാത്തിരിക്കുക വിശാല്. എന്നാലും വേണ്ട പച്ചി. അദ്ദേഹത്തിന് ചിലപ്പോ അതൊന്നും ഇഷ്ടപ്പെടില്ല. അതിന് നീയല്ലല്ലോ വിശാലിനെ വിളിക്കുന്നേ, ഞാനല്ലേ. നിരഞ്ജനൊന്നും തോന്നില്ല. ഇങ്ങനെ ആദ്യ പിടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് നിരഞ്ജനുമായിട്ട് സംസാരിക്കുന്നതല്ലേ മോളെ? അതെ, പക്ഷേ അതിന്റെ വഴിയാണ് പ്രശ്നം അപ്പച്ചി. ഒരു പ്രശ്നവുമില്ല, അതൊക്കെ എനിക്ക് വിട്ടേക്ക്.
ഒരു കുഴപ്പമില്ലാതെ ഞാൻ മോളുടെ സങ്കടം മാറ്റിത്തരാം. ആണുങ്ങളുടെ മനസ്സില് ഒരു അനിഷ്ടം തോന്നിയാ അത് അപ്പ തന്നെ മാറ്റണം മോളെ. അല്ലെങ്കിലേ അതങ്ങനെ വളരാൻ തുടങ്ങും. അത് നല്ലതിനല്ല.